അതായത് മുട്ടിന് മേളിൽ ഒരു ഇച്ചിരി വെള്ളമുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ 3 പേരും ഇതിനകത്ത് ഇറങ്ങാൻ വേണ്ടി പോണേ. ഇനി ഒന്നും നോക്കാനില്ല, നിന്റെ കൈ പിടിച്ച് ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. എന്നിട്ട് 1 2 3 ഞാൻ പറയും, അപ്പൊ ഒറ്റച്ചാട്ടം. ഇതല്ലോ ഇതെന്റെ സ്വന്തം കുളമാണ്, ഞാൻ സ്വന്തം കുത്തി കുളമാക്കിയ കുളമായിരുന്നു. ഇതിനകത്ത് മീനുണ്ടോ ചേട്ടാ? ഇല്ല, ഇതിനകത്ത് കുറച്ച് ലവ് ബേർഡ്സും കുറച്ച് വവ്വാലും മുട്ടയിട്ട് അടയിരിക്കും. ഞാൻ ഇനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ. കാരണം ഇത് വളരെ അപകടം പിടിച്ചൊരു പരിപാടിയാണ്. ചേട്ടാ എൻ്റെ പുതിയൊരു വീഡിയോ ആണ്. നിങ്ങൾ ഇപ്പോൾ പുതിയ വീഡിയോയിലേക്ക് നമുക്ക് പറയാൻ പോകുന്നത് മീൻ പിടിക്കാൻ നമുക്ക് എങ്ങനെ വരും ടിപ്സ്, ഒത്തിരി മീൻ ഒക്കെ എങ്ങനെ വരും ടിപ്സ്, ഒത്തിരി വീഡിയോയിലേക്ക് മീൻ പിടിക്കുന്ന ഈ ഭാഗത്ത് തന്നെയാണ് നമ്മൾ മീൻ പിടിക്കുന്നത്, നമുക്ക് കാണാൻ ചെയ്യാം. എങ്ങനെ നമുക്കൊരു ഫിഷിങ് മീൻപിടുത്തം എങ്ങനെയാണ് നമുക്ക് നോക്കാം. വേണ്ട, അതിന് വേണ്ടിയിട്ട് എർത്തുപോം മീൻ നേരിട്ടവനെയൊക്കെ വെട്ടി കൊല്ലണം. എർത്തുപോം എന്ന് പറയുന്നൊരു സാധനമാണ്. കിട്ടിപ്പോയി ആ കുഞ്ഞ്. സാധാരണ എല്ലാവരും കരയിൽ നിന്നാണ്, പക്ഷെ കരയിൽ നിന്നല്ല നമ്മൾ മീൻ പിടിക്കേണ്ടത്. വെള്ളത്തിൽ ഇറങ്ങി നമ്മൾ വെള്ളത്തെ അറിയണം, ആ മീനെ അറിയണം, എല്ലാം അറിയണം. ഞാൻ മാത്രമേ നിങ്ങളുടെ ടിപ്സ് ഞാൻ പറഞ്ഞു കൊടുക്കുള്ളൂ. പറ്റിച്ച് ജീവിക്കുന്നവർ വലിയൊരു മീനാന്ന് തോന്നുന്നു, കൊത്തിയെന്ന് തോന്നുന്നു. കൊത്ത് കൊളുത്തിന്റെ കഴുത്തി കേറി കൊത്ത്. ഈ ചൂണ്ട പോകുന്നതിന്റെ മുമ്പിൽ കൂടെ തന്നെ നമ്മളും പോണം. ഐഡിയ ഒരളവുക്ക് പറവായില്ല. സൈലൻസ് എന്തിനാ കരയുന്നേ? എനിക്കിത് വലിയ വിഷമമൊന്നുമില്ല. ചിലർക്ക് നമ്മുടെ മച്ചാൻ പറഞ്ഞ കണക്ക് ചിലർക്ക് ശരിയാകും, ചിലർക്ക് ശരിയാകത്തില്ല. ശരിയാവുന്നവർക്ക് ശരിയാവും, ശരിയാവാത്തവർക്ക് ശരിയാകത്തില്ല. ഇപ്പൊ എനിക്ക് ശരിയായില്ല. പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ? ഇരണക്കേട് അച്ചിട്ട